തടവ് പുള്ളികളായ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. കോടതിയിൽ നിന്ന് മടങ്ങും വഴി പോലീസ് ഒത്താശയോടെയാണ് കൊടിസുനി, ഷാഫി അടക്കമുള്ള പ്രതികൾ തലശ്ശേരിയിലെ ഹോട്ടലിന് മുന്നിൽ മദ്യപാനം നടത്തിയത്. ഇവർക്ക് മദ്യം എത്തിച്ചു നൽകിയത് സുഹൃത്തുക്കളാണെന്ന് സൂചനയുമുണ്ട്. ജനം എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, വളരെ പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ജനം ടി വി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കൊടിസുനി, ഷാഫി അടക്കമുള്ള ടി.പി. വധക്കേസിലെ പ്രതികൾ അവരെ ജയിലിൽ കൊണ്ടുപോയി അവരെ കോടതിയിൽ കൊണ്ടുപോയി തിരികെ ജയിലിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ഒരു ഹോട്ടലിന് മുമ്പിൽ അവർക്ക് മദ്യപാനം നടത്താനുള്ള സൗകര്യം പോലീസ് ഒത്താശയോട് ചെയ്തു കൊടുത്തത് സുഹൃത്തുക്കളാണ് മദ്യം എത്തിച്ചത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ്, ഇക്കഴിഞ്ഞ 17-ാം തീയതിയാണ് ഈ ഒരു സംഭവം നടന്നത്. അതായത് ന്യൂമാഹിയിൽ BJP പ്രവർത്തകരായ 2 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരുന്ന വഴിയാണ് ഭക്ഷണം കഴിക്കാനായി തലശ്ശേരിയിലെ വിക്ടോറിയ എന്ന് പറയുന്ന ഹോട്ടലിൽ നിർത്തിയത്. ആ സമയത്ത് ഹോട്ടലിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഇരുന്ന് കൊടിസുനി പാർക്കിംഗ് ഗ്രൗണ്ടിലെ കാറിലിരിക്കുന്നു. ആ സമയത്ത് തന്നെ ഷാഫിയും ഷിനോജും അടക്കമുള്ള ടി.പി. വധക്കേസിലെ മറ്റ് പ്രതികളും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. മറ്റൊരു സുഹൃത്ത് മദ്യം കൊണ്ടുവരുന്നു. ഇവരെല്ലാവരും കൂടി ഇരുന്ന് ആ പാർക്കിംഗ് ഗ്രൗണ്ടിലെ കാറിലിരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസിന്റെ ഒത്താശയോടുകൂടിയാണ് ഈ ഒരു മദ്യപാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. സാധാരണഗതിയിൽ ഒരു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി തിരികെ കൊണ്ടുവരുമ്പോൾ ചില പ്രോട്ടോകോളുകൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ ടി.പി. വധക്കേസിലെ പ്രതികളുടെ കാര്യത്തിൽ ഇതൊന്നും ബാധകമല്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. സാധാരണഗതിയിൽ ഒരു പ്രതി കോടതിയിൽ പോയി തിരികെ വരുമ്പോൾ ജയിലിൽ വെച്ച് ഉൾപ്പെടെ കൃത്യമായ പരിശോധന നടത്തുന്നതാണ്. അപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഈ കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ തലശ്ശേരിയിലെ ഹോട്ടലിൽ വെച്ച് ഹോട്ടലിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് മർദ്ദിക്കുന്ന ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ സംഭവം വലിയ ചർച്ചയായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ കൊടിസുനിയെ ഉൾപ്പെടെ കോടതിയിൽ കൊണ്ടുപോകാനും തിരികെ ജയിലിലെത്തിക്കാനും നിയോഗിച്ചിരുന്ന 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉൾപ്പെടെ നടപടികൾ ഉണ്ടായിരുന്നു. ഇത് സസ്പെൻഷൻ ഒതുങ്ങരുത്, കൂടുതൽ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യം കൂടി ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ ഗുരുതരമായ ചട്ടലംഘനമാണ് ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നത് കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ടി.പി. വധക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട് എന്ന ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ആ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ. ജയിലിനകത്തും പുറത്തും ഒരുപോലെ സുഖലോലുപരാണ്, അല്ലെങ്കിൽ സുഖങ്ങൾ ലഭിക്കുന്നവരാണ് ടി.പി. വധക്കേസിലെ പ്രതികൾ എന്നതിന്റെ നേർസാക്ഷ്യം കൂടിയായി ഈ ദൃശ്യങ്ങൾ മാറുകയാണ്. കാരണം മദ്യപിക്കാനും ജയിലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ തന്നെ സുഹൃത്തുക്കളുമായി ഒത്തുചേരാനുള്ള സൗകര്യങ്ങൾ പോലീസ് തന്നെ നൽകുമ്പോൾ കേരളത്തിലെ നിയമ സംവിധാനം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും 3 സിവിൽ പോലീസ് ഓഫീസർമാരെയാണ് നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ വരും ദിവസങ്ങൾ ഉണ്ടാകുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വിനോദ്. മിഥുൻ പിള്ള, ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ 3 പോലീസുകാർ സസ്പെൻഷനിലാണ് എന്ന് പറയുമ്പോഴും ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അവർക്ക് ചെയ്ത സൗകര്യങ്ങളുടെ കൂടുതൽ തെളിവുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? കാരണം പോലീസ് ഒത്താശ ചെയ്യാതെ ഇതേപോലെ കോടതിയിൽ പോയി മടങ്ങി വരും വഴി ഇങ്ങനെ മദ്യപാനം നടത്താനായി ഒരു പ്രത്യേക ഇടം അത് ഒരുക്കി കൊടുക്കുക. പക്ഷേ ഇതൊക്കെ CCTVയിൽ കുടുങ്ങി എന്നുള്ളതാണ്, അതവർ അറിഞ്ഞതുമില്ല. അപ്പോൾ ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ പോലീസ് കൂടുതൽ സമ്മർദ്ദത്തിലാകുകയല്ലേ മിഥുൻ പിള്ള? തീർച്ചയായും പോലീസിന്റെ കാവലിലാണ് ടി.പി. വധക്കേസിലെ പ്രതികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും കിട്ടുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഒരു പ്രതിയെ സാധാരണഗതിയിൽ സെൻട്രൽ ജയിലിൽ നിന്ന് പോലീസ് കോടതിയിലേക്ക് കൊണ്ടുപോയി തിരികെ വരുമ്പോൾ കൃത്യമായ പ്രോട്ടോകോളുകൾ പാലിക്കേണ്ടതുണ്ട്. അയാൾ ജയിലിൽ നിന്ന് പോകുമ്പോഴും തിരികെ വരുമ്പോഴും ഒക്കെ കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടതാണ്. എന്നാൽ കൊടിസുനിയുടെ കാര്യത്തിൽ ഇക്കാര്യങ്ങളൊന്നും ബാധകമല്ല എന്നൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. കോടതിയിൽ കൊണ്ടുപോയി മടങ്ങുമ്പോൾ അയാൾക്ക് മദ്യപിക്കാൻ സുഹൃത്തുക്കൾ മദ്യം എത്തിച്ചു നൽകുന്നു. അതിന് ഒപ്പിക്കാൻ അതേ കേസിലെ കൊടും ക്രിമിനലുകൾ തന്നെ വരുന്നു. എല്ലാവിധ സൗകര്യങ്ങളും പോലീസിന്റെ കാവലിൽ നടക്കുന്നു. ഇതൊക്കെ കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും നടക്കുമോ എന്നൊരു ചോദ്യം കൂടി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉയരുന്നുണ്ട്. കാരണം ഈ പരസ്യ മദ്യപാനത്തിന് പോലീസ് എങ്ങനെയാണ്, പോലീസ് കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ, കൊണ്ടുപോയ പോലീസ് അടക്കം കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ, അല്ലെങ്കിൽ ഈ പ്രതികളെ തടയാൻ ശ്രമിക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. പോലീസിന്റെ മൗനം തന്നെയാണ് ഇത്തരത്തിൽ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്.
കാരണം എയർ ക്യാമ്പിലെ 3 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വൈശാഖ്, വിനീഷ്, ജിഷ്ണു എന്നിവരെയാണ് അന്ന് സസ്പെൻഡ് ചെയ്തത്. പക്ഷേ ഈ സസ്പെൻഷൻ നടപടിയാണോ ഇവർക്ക് വേണ്ടത്? കാരണം ഈ കൊടും കുറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ കൊടും കൊലപാതകങ്ങൾ ചെയ്യുന്ന പ്രതികൾക്ക് ഇത്തരത്തിൽ സുഖങ്ങൾ അനുഭവിക്കാനുള്ള അവസരങ്ങൾ ഒപ്പിച്ചു കൊടുത്താൽ അവരെന്തെങ്കിലും ഏതെങ്കിലും കാലത്ത് തിരുത്തി സാധാരണ ജീവിതത്തിലേക്ക് തിരുത്തി വരാനുള്ള സാഹചര്യം പോലും ഉണ്ടാവുക എന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. കാരണം കൊടും ക്രിമിനലുകളെ വീണ്ടും കൊല നടത്തിയാൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും കിട്ടും എന്നൊരു സന്ദേശം തന്നെയല്ല ഈ ദൃശ്യങ്ങൾ നൽകുന്നത് ചോദ്യം തന്നെയാണ് ഉയരുന്നത്. ഏതായാലും സംഭവങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളും പൊതുസമൂഹത്തിന് മുന്നിലും വലിയ ചർച്ചാ വിഷയമായി കഴിഞ്ഞു വിനോദ്. അതെ, ഇത് വലിയ ചർച്ചാ വിഷയം തന്നെയാകുന്നു. കൊടിസുനി, ഷാഫി അടക്കമുള്ള TP കേസിലെ വളരെ പ്രധാനപ്പെട്ട പ്രതികൾക്ക് കോടതിയിൽ പോയി മടങ്ങി വരും വഴി മദ്യപാനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസ് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അത് വെറും ആരോപണമല്ല, അതിന് കൃത്യമായ ദൃശ്യങ്ങളടങ്ങിയ തെളിവുകൾ ഇപ്പോൾ ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഈ സഹായം ചെയ്തതുമായി ബന്ധപ്പെട്ട് 3 പോലീസുകാർക്ക് സസ്പെൻഷനുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അവർക്കെതിരായ നടപടി പോലീസിന് കടുപ്പിച്ചേ മതിയാകുകയുള്ളൂ. ഇക്കാര്യത്തിൽ പോലീസ് ഇവർക്ക് ഒത്താശ ചെയ്തു എന്നത് കൂടുതൽ വ്യക്തമാവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള.